കളിക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഗെയിം ആട്ടോ. അപ്പൊ ഈ ഗെയിമിന്റെ പേര് വരുന്നത് ടെറപ്പീനോ അങ്ങനെ എന്തോ ആട്ടോ. അപ്പോഴത്തേക്കും ഇതൊരു അടിപൊളി ഗെയിമാണെന്നൊക്കെയാണ് പറയണേ. അപ്പം ഇതിനകത്ത് നമ്മളൊരു കിഡ്നാപ്പറിനെ എന്തോ കണ്ടുപിടിക്കുന്ന അങ്ങനത്തെ ടൈപ്പ് ഗെയിം ആട്ടോ. അപ്പൊ ഞാൻ എന്തായാലും കൂടുതൽ പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ എന്തായാലും ഗെയിമിലേക്ക് പോവാം. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ലോങ് ഷിഫ്റ്റ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ വീട്ടിൽ വന്നിരിക്കും കേട്ടോ. അപ്പത്തേക്ക് നമുക്ക് വീട്ടിൽ നിന്ന് വന്നിട്ട് വല്ലം ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് റെസ്റ്റ് ഒക്കെ എടുക്കണം. അപ്പം നമ്മുടെ വീടല്ല, ഒരു അപ്പാർട്ട്മെന്റ് ആട്ടോ നമുക്കപ്പോൾ ഉള്ളത്. അപ്പം ഇവിടെ ഒരു അപ്പാർട്ട്മെന്റിന്റെ പുറത്തോട്ടുള്ള ഡോറും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് ഇങ്ങോട്ടൊക്കെ നോക്കാം. ഓ, അപ്പൊ നമ്മുടെ റൂമൊക്കെ ഇതായിട്ട് വരണേ. അപ്പൊ ഇവിടെ കുറെ റൂമൊക്കെ ഉണ്ടല്ലോ. ഓ, ഗെയിമിംഗ് പി സി. അപ്പം നമ്മളെ കണക്ക് ഗെയിമറാണെന്ന് തോന്നുന്നു കേട്ടോ ഇവനും. ഇവിടെ ഗെയിം പി സി ഒക്കെ ഇരിപ്പോൾ നമുക്ക് ലൈറ്റ് ഒക്കെ ഒന്ന് ഓണാക്കി ഇട്ടേക്കാം. പിന്നെ ഇവിടെ വേറൊക്കെ എന്തൊക്കെയുള്ളേ? ഇത് നമ്മുടെ ഇതാട്ടോ, നമ്മുടെ എന്തുവാ, ഒരു ലോണ്ടറി റൂം, അങ്ങനത്തെ തുണി നനയ്ക്കാനായിട്ടും പിന്നെ ബാത്റൂം അങ്ങനത്തെ ഒരു ഇതാട്ടോ. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ടോയ്ലറ്റ് ആണെന്ന് തോന്നുന്നു. ഇത് തന്നെ ടോയ്ലറ്റ് തന്നെ. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ കണ്ട് നമ്മുടെ അടുത്ത് വെള്ളം ചൂടാക്കാനായിട്ട് പറഞ്ഞായിരുന്നു. നമുക്കപ്പം വെള്ളം ഇവിടുന്ന് ചൂടാക്കണം. വെള്ളം എവിടെ? എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നമ്മൾ വെള്ളം എടുക്കണം. എന്നിട്ട് നമ്മൾ സ്റ്റൗവിലോട്ട് വെച്ച് നമ്മൾ വെള്ളം തിളപ്പിക്കണം. എനിക്ക് തോന്നുന്നു നമ്മൾ വെള്ളം ചൂടാക്കിയിട്ട് നമുക്ക് അതിൽ കുടിക്കാനാണ് തോന്നുന്നു കേട്ടോ. വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. യു ഹാവ് ടു വെയിറ്റ്. അപ്പൊ നമ്മള് വെള്ളം ചൂടാകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഗൈസ് നമുക്കിവിടെ കുറച്ച് മിഷൻ തന്നിട്ടുണ്ട്. നമ്മളിപ്പം വീടെല്ലാം ഫുള്ള് വൃത്തിയായിട്ട് കിടക്കുവാണ്. അപ്പൊ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കണേ കൊണ്ടത് ഇവിടെ കുറെ കുപ്പിയും കാര്യങ്ങൾ കിടപ്പുണ്ട്. നമ്മൾ ഇതൊക്കെ എടുത്തിട്ട് നമ്മുടെ വേസ്റ്റ് ബിന്നിക്കൊണ്ട് ഇടാനായിട്ടാണ് പറഞ്ഞിരിക്കണേ. ഇതിനകത്തൊരു എണ്ണമായിരിക്കും. ഓക്കെ, ഒരെണ്ണം ഇട്ടു. രണ്ടാമത്തെ ഇട്ടു. അപ്പത്തേക്കും ത്രോ എവേ ദ ബാഗ്സ്. ഇത് എങ്ങോട്ട് കളയാനായിട്ടാണ്? ഇത് ഇങ്ങോട്ട് കളയാനായിട്ടാണോ? A few minutes later. അപ്പൊ ഗായ്സ്, ഞാൻ കുറെ സമയത്ത് ഇതിന് ശേഷം നമ്മുടെ വേസ്റ്റ് കളയേണ്ടത് ഇങ്ങോട്ടായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് ഞാനാണ് ഇവിടെ കണ്ട് തപ്പിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാ കളയേണ്ടതെന്ന്. ഇതെന്താ എടുക്കാൻ പറ്റില്ലല്ലോ ഇപ്പം. കാരണം ഇങ്ങോട്ട് കളയണായിരുന്നു. അങ്ങനെ നമ്മളപ്പോ രണ്ടെണ്ണം കൊണ്ട് അങ്ങോട്ടായിരുന്നു കളയേണ്ടത്. അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ കണ്ട് തപ്പിക്കൊണ്ടിരിക്കും ഇത് വേസ്റ്റ് അവിടെ കൊണ്ട് കളയേണ്ടത്. നമുക്കപ്പോ ഇതും കൊണ്ട് നേരെ കൊണ്ട് അവിടെ കൊണ്ടിട്ടിട്ട് നമ്മുടെ വേസ്റ്റ് എല്ലാം കൊണ്ട് കളയണം. ഇപ്പൊ ഇതിനകത്തുള്ള വേസ്റ്റ് ഒക്കെ ഇങ്ങനത്തെ സെറ്റപ്പ് ആട്ടോ. ഞാൻ ആദ്യമാണ് ഇങ്ങനത്തെ സെറ്റപ്പ് കാണണേ. ഇനി എന്തുവാണ് സംഭവം? നമ്മുടെ വാട്ടർ, നമ്മുടെ വെള്ളം ചൂടാക്കിയൊക്കെ ചൂടായിട്ടുണ്ട്. നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കണത് എന്തോ സംഭവം ഇടാട്ടോ. എന്തു ഇടണ്ടേ? ഇതിനകത്ത് വലിയിട്ടുണ്ടോ? എനിക്കൊന്ന് ഇതാണെന്ന് തോന്നിയിടേണ്ടത്. ഇതെന്തുവാ? എനിക്കൊന്ന് നൂഡിൽസോ പാസ്ത എന്തോ സംഭവമാണെന്ന് തോന്നിട്ടോ. എനിക്കൊന്ന് ഇതിനകത്ത് ഇടണം. നമ്മുടെ അടുത്തത് ബോയിൽ ആകട്ടെ എന്ന്. ടേക്ക് ഓഫ് യുവർ സോക്സ്. അപ്പൊ നമ്മുടെ സോക്സ് ഊരായിട്ടാണല്ലോ പറയണേ. സോക്സ് എങ്ങനെ ഊരണ്ടേ? ഇപ്പൊ ഗൈസ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സോക്സ് ഊരായിട്ടാട്ടോ. സോക്സ് ഊരായിട്ട് എങ്ങനെയാടാ സോക്സ് ഊരണ്ടേ? ഇതിനകത്തുമല്ലോ ഇനി സോക്സ് ഇതിനകത്താണ് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഇതിനകത്ത് കുറച്ച് തുണി കിടപ്പുണ്ട്. സോക്സ് എങ്ങനെ ഊരണ്ടേ? 1 week later. നമ്മുടെ സോക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. അവര് പറയണേ ഇതൊരുമാതിരി എല്ലും കഷ്ണങ്ങൾ കിടപ്പുണ്ട്. ഞാൻ ഇവിടെ കിടന്ന് സോക്സ് എന്തിനാ തപ്പിക്കൊണ്ടിരിക്കുക. നമ്മള് സോക്സ് ഒക്കെ ഊരിയിട്ടിരിക്കുകയാണ്. അപ്പൊ സോക്സ് ഊരിയിട്ട് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കൊണ്ടിടണമെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്ക്. അത് തന്നെ, ഞാനാണ് ഇവിടെ കിടന്ന് സോക്സ് എന്തിനാ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരുമാതിരി എല്ലും കഷ്ണങ്ങളൊക്കെ ഇരിക്കുന്ന കേട്ടോ സോക്സ് കണ്ടിട്ട്. അപ്പൊ ഗൈസ് പിന്നെ ഞാനൊരു സംഭവം കണ്ടു. ഇതിനകത്ത് കയറുമ്പോൾ നിങ്ങൾ കണ്ടോ? ഹലോ കണ്ടോ? നമ്മുടെ സൗണ്ട് ഇതിനകത്ത് ക്യാപ്ചർ ആകുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഇത് ഹൈഡ് ചെയ്യേണ്ട സ്ഥലമാണ്. ഹൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സംസാരിക്കുന്നതൊക്കെ ഇവർക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ കാണിച്ചു തരാം. കണ്ടോ? ഞാനിപ്പോ ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ അവിടുത്തെ സംഭവം മാറുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കയറി ഇരുന്നിട്ട് നമ്മൾ മിണ്ടായിരിക്കേണ്ട എന്തോ സെറ്റപ്പിനകത്തുണ്ട്. അപ്പൊ എന്തോ പണി വരാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് എന്തായാലും ഉറപ്പാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ട് അടച്ചിട്ടേക്കാം. അപ്പം നമ്മുടെ പിന്നെ ഞാൻ വേറൊരു സെറ്റപ്പ് കൂടെ കണ്ടു കേട്ടോ. നമ്മുടെ ഇവിടെ കുറെ അപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്.
കണ്ടതേ കണ്ടത്. ഇവിടെ നമുക്ക് ഒരു അപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വരുന്നുണ്ട്. ഈ സെറ്റപ്പ് നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു എനിക്ക് ഈ ഒരു സംഭവം കണ്ടിട്ട് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള വൈബ് പോകുന്നുണ്ട്. പീസ്ഫുൾ വൈബൊക്കെ മാറുമെന്ന് എനിക്കറിയാം. ഇവിടെ ഒരു ബൈനോക്കുലറൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതുകൊണ്ട് എന്തോ ഒരു സെറ്റപ്പിനകത്ത് ഉണ്ട് സംഭവം. നമ്മളെന്തോ എന്തോ അപ്പുറത്തോട്ടൊക്കെ നോക്കേണ്ട എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ട്. നമ്മളെന്തോ അവിടെ എന്താ പ്രശ്നം നടക്കുമ്പോഴത്തേക്കും നമ്മൾ അവിടുത്തെ അപ്പാർട്ട്മെന്റിലോട്ട് നോക്കിയിട്ട് എന്തോ ഒരു പരിപാടിയാണ് ഈ ഗെയിമിന്റെ മെയിൻ തീമൊക്കെ വരുന്നത്. നമുക്കപ്പോൾ എന്തായാലും നമ്മുടെ കുക്ക് ചെയ്ത സംഭവം പോയി എടുക്കാനായിട്ടാണ് പറഞ്ഞിരിക്കണേ. നമുക്കപ്പോൾ എന്തായാലും പോയി എടുക്കാം. ഗ്യാസ് സ്റ്റവ് അങ്ങോട്ട് ഓഫ് ആക്കിയേക്കാം. ഓ എല്ലാം സിമ്പിൾ കേട്ടോ. ഇതെന്തോന്ന് ഇപ്പൊ ഗായ്സ് ഈ സംഭവം എനിക്ക് താഴത്തോട്ടൊന്നും പോണില്ല. ഭയങ്കരം തന്നെ. ഇതെന്തോ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇവൻ വല്ല പശ കൊണ്ട് വല്ലോ ആണോ പാസ്ത ഉണ്ടാക്കിയിരിക്കുന്നത്? സാധനം പോകുന്നില്ല കേട്ടോ. നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇവിടെങ്ങാണ്ട് വെച്ച് കഴിക്കാട്ടെങ്ങാണ്ടാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. സിറ്റ് ഡൗൺ ദ ചെയർ. നമ്മളപ്പോൾ നമ്മുടെ ഗെയിമിംഗ് ചെയർ ഇരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നല്ല ക്രഞ്ചി ആയിട്ടിരിക്കുന്ന കേട്ടോ. എന്തോ സംഭവം? ഓ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ബൈനോക്കുലറിൽ കൂടെ പോയി നോക്കാട്ടോ. അപ്പൊ നമ്മൾ ഇപ്പഴാണ് പരിപാടി വരുന്നത്. ബൈനോക്കുലർ എടുത്തു. എന്താണ്? ഓ ആരോ ഡാൻസ് കളിക്കുന്ന കേട്ടോ. DJ പാർട്ടിയാണെന്ന് തോന്നുന്നു അവിടെ. ഡാൻസ് കളിക്കുന്നുണ്ട്. ഓക്കെ അതോ ഓനോ ഇപ്പൊ ഗായ്സ് ആരോട് കൊല്ലും നിർത്തേ. എന്റെ പോലോ കണ്ട് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഹൈഡ് ചെയ്യണം തോന്നാതെ പോയി. ഇത് അവൻ ഇങ്ങോട്ട് ഇവിടെ ഫ്ലാഷ് ആണ് ഇവൻ. ഒമ്പത് ഫാസ്റ്റ് പോയിക്കേ. ഓടിക്കോ. അപ്പൊ ഗായ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ഇറങ്ങി ഓടായിട്ടാ. എന്റെ പൊന്നോ നമ്മുടെ ജയിച്ചോ? They could barely stand when I heard the sirens. It turned out the loud idiots throwing trash and throwing neighbors called the police. So appo nammade just stood there watching. It was so overwhelming. നമ്മളാ കാര്യങ്ങളൊക്കെ പറയോട്ട്. ഗെയിം തീർന്നു. അപ്പൊ ഗൈസ് ഗെയിം തീർന്നു. ഗെയിം ഭയങ്കര ഷോർട്ടായിരുന്നു കേട്ടോ. എന്തായാലും കുറച്ചേ ഉള്ളായിരുന്നു സംഭവം. എന്തായാലും കൊള്ളാം. അവൻ ഓടി വന്നപ്പോഴത്തേക്കും നമ്മുടെ സൗണ്ട് കേട്ട് നമ്മളെ പിടിക്കും കേട്ടോ. നമ്മളെ പെട്ടെന്ന് ഓടിച്ചെന്ന് വാതിൽ തുറന്നാൽ നമ്മള് എസ്കേപ്പ് ആയി. അപ്പൊ ഗായ്സ് സംഭവം ഗെയിം എന്തായാലും കൊള്ളാം. കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇച്ചിരി ഉള്ളു ഗെയിം. പെട്ടെന്ന് ഗെയിം അങ്ങ് തീർന്നു. എന്തായാലും എനിക്ക് ഗെയിം ഇഷ്ടപ്പെട്ടു. നമ്മളപ്പോ എങ്ങനെയും ഗെയിം വിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ കൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്കപ്പോ എന്തായാലും അടുത്തൊരു വീഡിയോക്ക് അത് കാണാം.